യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാൻ പ്രേമകാന്തനെ കാണാൻ. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാൻ പ്രേമകാന്തനെ കാണാൻ. സുഭാഷിതം. ഞാൻ ഇസ്രയേൽ ഗ്രഹത്തിന്മേൽ എന്റെ ആത്മാവിനെ പകർന്നിരിക്കയാൽ ഇനി എന്റെ മുഖം അവർക്ക് മറയ്ക്കുകയുമില്ല എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ആൻഡ് ഐ വിൽ നോട്ട് ഹൈഡ് മൈ ഫേസ് ഫ്രം ദം എനിമോർ, ഫോർ ഐ ഷാൽ ഹാവ് poured out my spirit on the house of Israel, says the Lord God. യെഹെസ്കേൽ പ്രവചനം 39 അധ്യായത്തിന്റെ 29 വാക്യമാണ് വായിച്ചത്. ഈ അധ്യായത്തിന്റെ സമാപന വാക്യങ്ങളിൽ തന്റെ ജനത്തിന്റെ ഇടയിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള വാഗ്ദത്തം ശക്തമായി പ്രതിപാദിക്കുന്നു. ന്യായവിധിയുടെയും പുനഃസ്ഥാപനത്തിന്റെയും ഒരു കാലഘട്ടത്തിന് ശേഷം ദൈവം ഇസ്രയേൽ ജനതയിൽ നിന്നും മറഞ്ഞിരിക്കയില്ല എന്നുള്ള ഉറപ്പ് നൽകുന്നു. ദൈവത്തിന്റെ ആത്മാവിനെ അവരുടെ ഇടയിൽ പകർന്നിരിക്കയാൽ അവരുമായിട്ടുള്ള ബന്ധത്തെ അത് ദൃഢപ്പെടുത്തുന്നു. യെഹെസ്കേൽ പ്രവചനം 38-39 അധ്യായങ്ങളിൽ ഗോഗ് മാഗോഗ് യുദ്ധത്തെക്കുറിച്ചുള്ള വിവരണം കൊടുത്തിരിക്കുന്നു. ഇസ്രയേലിന്റെ ചരിത്രത്തിൽ ഏറ്റവും അവസാനമായി നടക്കേണ്ടെന്ന അന്തിമ യുദ്ധമാകുന്നു ഇത്. വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അർമഗദോൻ യുദ്ധത്തിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്നു. അർമഗദോൻ യുദ്ധത്തിൽ എതിർ ക്രിസ്തുവിനെയും അവന്റെ സൈന്യത്തെയും യേശു കർത്താവ് പരാജയപ്പെടുത്തും. യേശു കർത്താവിനെ തള്ളിക്കളഞ്ഞ് ക്രൂശിലേറ്റിയ ഇസ്രയേൽ ജാതിയും സകല ജനതകളും യേശുവിനെ കർത്താവും രാജാതി രാജാവുമായി അംഗീകരിക്കും. പൗലോസ് അത് ഇങ്ങനെ എഴുതി: അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. എന്നാൽ ഈ കാലത്തിൽ യേശു കർത്താവിനെ രക്ഷിതാവും കർത്താവും രാജാതി രാജാവുമായി സ്വീകരിച്ചിരിക്കുന്ന നമുക്ക് അവിടുത്തെ ആത്മാവിനെ പകർന്നിരിക്കുന്നു. യേശു കർത്താവ് വാഗ്ദത്തം ചെയ്തിരുന്ന പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ പെന്തക്കോസ്ത് നാളിൽ നമുക്ക് അയച്ചു തന്നു. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് യേശു കർത്താവ് വിളിച്ചു പറഞ്ഞു. അവനിത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത് എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശു കർത്താവിൽ വിശ്വസിക്കുന്ന ഏവരുടെയും ഹൃദയത്തിലേക്ക് ഈ ആത്മാവ് ഇന്നും കടന്നു വരുന്നു. അങ്ങനെയുള്ളവർക്ക് ദൈവത്തിന്റെ മുഖം മറയ്ക്കുകയുമില്ല. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഇത് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവും രാജാതി രാജാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലേക്ക് വരും. 1 കൊരിന്ത്യർ 12:3 പൗലോസ് എഴുതിയിരിക്കുന്നത്: പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവ് എന്ന് പറയുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കുന്നു. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെയാണ് യേശു കർത്താവ് സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെയുള്ളവർക്കാണ് ദൈവം മുഖം മറച്ചു കളയാത്തത്. പത്രോസ് പറഞ്ഞിരിക്കുന്നത്: എന്നാൽ കർത്താവിന്റെ മുഖം ദുഷ്പ്രവർത്തിക്കാർക്ക് പ്രതികൂലമായിരിക്കുന്നു എന്ന്. വെളിപ്പാട് പുസ്തകം 22:4 പറഞ്ഞിരിക്കുന്നു: അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും, അവർ അവന്റെ മുഖം കാണും, അവന്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. ദൈവത്തിന്റെ മുഖം കണ്ട് നമുക്ക് ആരാധിക്കുവാനും അവിടുത്തെ നാമം നമ്മുടെ നെറ്റിയിലിരിക്കുവാനും നമ്മെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, അങ്ങയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനാൽ നന്ദി പറയുന്നു. അവിടുത്തെ നാമം ഞങ്ങളുടെ നെറ്റിയിലിരിപ്പാനും എന്നെന്നും അവിടുത്തെ മുഖം കണ്ട് ആരാധിപ്പാനും അടിയങ്ങൾക്ക് കൃപ ചെയ്യണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ.